ഓം ഛണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിവിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ കൃഷ്ണനും ബലരാമനും വൃന്ദാവനവാസികളും സമന്തപഞ്ചകത്തിൽ ഒത്തുകൂടിയ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണനെയും ബലരാമനെയും വിട്ടുപിരിഞ്ഞതിൽ നന്ദമഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ വൃന്ദാവനവാസികളെല്ലാം ഉത്കണ്ഠാകുലരായിട്ടാണ് ജീവിച്ചു പോകുന്നത്. സൂര്യഗ്രഹണത്തിൻ്റെ അവസരം ഉപയോഗിച്ചുകൊണ്ട് അവരെല്ലാം തങ്ങളുടെ പ്രാണനും ആത്മാവുമായിരിക്കുന്ന കൃഷ്ണനെയും ബലരാമനെയും കാണാനെത്തിയിരിക്കുകയാണ്. അപ്പം വൃന്ദാവനവാസികളെയും ഈ ഒരു തീർത്ഥത്തിലേക്ക് എല്ലാവരും നയിക്കപ്പെട്ടിരുന്നു എന്നർത്ഥം. യദുവംശത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കളും അഭ്യുതകാംക്ഷികളുമായിട്ട് ആയിരുന്നു വൃന്ദാവനവാസികൾ. ദീർഘകാലത്തെ വേർപാടിന് ശേഷം രണ്ട് കക്ഷികളും തമ്മിലുണ്ടായ കൂടിക്കാഴ്ചയിലും പരസ്പരം സംഭാഷണത്തിലും ഏറെ സന്തോഷിച്ചു. ആ രംഗം അനന്യമായിരുന്നു. ദീർഘമായ വേർപാടിന് ശേഷം കണ്ടപ്പോൾ അവരിൽ ആഹ്ലാദം വളരെ അലതള്ളി. അവരുടെ ഹൃദയം ഇടിപ്പ് വർദ്ധിച്ചു. മുഖം പുതിയതായിട്ട് വിരിഞ്ഞ താമരപ്പൂൽ പോലെ വികസിച്ചു. കണ്ണുകളിൽ നിന്ന് ബാഷ്പബിന്ദുക്കൾ ഉതിർന്നു. അത്യധികമായിട്ടുള്ള പരമാനന്ദത്തിൻ്റെ ഫലമായിട്ട് ക്ഷണനേരത്തേക്ക് അവർ നിശബ്ദമായി നിന്നുപോയി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവർ സന്തോഷ സമുദ്രത്തിൽ ആണ്ടുപോകുവാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോൾ വളരെ കാലങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണൻ 11 വയസ്സിലാണ് അവിടുന്ന് പോകുന്നത്. ഇപ്പോൾ ഈ തീർത്ഥ സന്ദർശനമില്ലേ, തീർത്ഥാടനം നടക്കുന്നതൊക്കെ മഹാഭാരത യുദ്ധത്തിനൊക്കെ ശേഷം ഏകദേശം 80-90 വയസ്സൊക്കെ ഭഗവാനായിട്ടുണ്ട്. 125 വയസ്സിൽ തന്നെ ലോകം വിട്ടു പോയി. അപ്പോൾ ഏകദേശം 100 വയസ്സിന് തന്നെ മുകളിലുണ്ടെന്ന് കണക്കാക്കണം. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വൃന്ദാവനവാസികളൊക്കെ ആയിട്ട് കാണുന്നത് എന്നർത്ഥം. അന്ന് ജീവിച്ചിരിക്കുന്നവർക്കും ഏകദേശം ഭഗവാന്റെ ഒപ്പം തന്നെ പാർഷദന്മാരായിട്ട് വിവിധ വേഷങ്ങളിൽ യദുകുലത്തിൽ വന്നവരായിരുന്നു വൃന്ദാവനവാസികളും ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാൻ എത്ര കാലം ജീവിച്ചിരുന്നോ അവരും ഭഗവാനെ സഹായിക്കാൻ കൊണ്ട് അത്രയും കാലം ആയുസ്സോടുകൂടി ജീവിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് വൃന്ദാവനവാസികളും നന്ദഗോപനും ഒക്കെ എത്രയേറെ, ശ്രീകൃഷ്ണൻ ഇത്രയും പ്രായമായിട്ടുണ്ടെങ്കിൽ ഇല്ലേ, യശോദയ്ക്ക് നന്ദഗോപർക്കും ഒക്കെ എത്രയധികം പ്രായമായിട്ടുണ്ടായിരിക്കണം. അവരും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഈ സമന്തകപഞ്ച തീർത്ഥത്തിൽ എല്ലാവരും സമ്മേളിച്ചപ്പോൾ അവിടെ വന്നു. വളരെ കാലങ്ങൾക്ക് ശേഷം ഇവർ തമ്മിലുള്ളൊരു അസമാഗതമായപ്പോൾ ആനന്ദം എത്രമാത്രം പറഞ്ഞറിയിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് ഉയർന്നു എന്നാണ് പറയുന്നത്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ഗോപസ്ത്രീകളും ഇതേ രീതിയിലാണ് പരസ്പരം കൂടിക്കണ്ടത്. മൃദുവായി പുഞ്ചരിച്ചുകൊണ്ട് തികഞ്ഞ വാത്സല്യത്തോടെ പരസ്പരം നോക്കി അവർ സൗഹൃദം പൂർവം അന്യോന്യം കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ പരസ്പരം കെട്ടിപ്പിടിച്ചപ്പോൾ അവരുടെ രോമാഞ്ചം എല്ലാ തരത്തിലും അവർക്ക് അത് ഹർഷപുളകിതമായിരുന്നു എന്നർത്ഥം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആ സന്തോഷം പകരുകയും ചെയ്തു. അവർ സ്വർഗീയ ആനന്ദം അനുഭവിച്ചു. ഹൃദയവുമായിട്ട് ഇപ്രകാരം ആശ്ലേഷിക്കപ്പെട്ടപ്പോൾ അവരുടെ കവിൾത്തനങ്ങളുടെ കണ്ണുനീർ ധാരധാരയായിട്ട് പ്രവഹിച്ചു. പ്രായം കുറഞ്ഞവർ മുതിർന്നവരെ നമസ്കരിച്ചു. മുതിർന്നവർ പ്രായം കുറഞ്ഞവരെ അനുഗ്രഹിച്ചു. ഇങ്ങനെ അവർ പരസ്പരം സ്വാഗതമരളി, കുശലങ്ങൾ അന്വേഷിച്ചു. അവസാനം അവരുടെ എല്ലാം സംഭാഷണം കൃഷ്ണനെക്കുറിച്ച് മാത്രമായി. അയൽക്കാരും ബന്ധുമിത്രാദികളും എല്ലാം കൃഷ്ണൻ്റെ ഈ ലോകത്ത് ലീലകളുമായിട്ട് ബന്ധപ്പെട്ടവരായിരുന്നു എന്നർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രവർത്തനങ്ങളും കൃഷ്ണനെ കേന്ദ്രീകരിച്ചായിരുന്നു. സാമൂഹിക, രാഷ്ട്രീയമോ മതപരമോ കേവല സാമ്പ്രദായികവുമായി അനുഷ്ഠിച്ച കർമ്മങ്ങളെ എല്ലാം അതീന്ദ്രിയമായിരുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ഔന്നത്യം സ്ഥിതി ചെയ്യുന്നത് ജ്ഞാനത്തിലും വൈരാഗ്യത്തിലുമാണെന്ന് ഇവിടെ കാണിച്ചു തരുന്നു. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധത്തിൽ പറയുന്നത് പോലെ കൃഷ്ണൻ നൽകുന്ന ഭക്തിയുത സേവനം പരിപൂർണ ജ്ഞാനവും വൈരാഗ്യവും സ്വയം സൃഷ്ടിക്കുന്നു. യദുവംശത്തിലെ അംഗങ്ങളുടെയും വൃന്ദാവനവാസികളായിട്ടുള്ള ഗോപന്മാരുടെയും മനസ്സ് സദാ കൃഷ്ണനിൽ തന്നെയാണ് ഉറപ്പിച്ച് നിർത്തിയിരുന്നത്. സർവവിധമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ബാഹ്യലക്ഷണമാണത്. മനസ്സ് സദാ കൃഷ്ണനിൽ വ്യാപിച്ചിരിക്കുന്നതിനാൽ ഭൗതിക കർമ്മങ്ങളിൽ നിന്നെല്ലാം അവർ സ്വയം വിമുക്തന്മാരായിരുന്നു. ശ്രീല
സുഖം ഗോസ്വാമി പറയുന്നതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഈ ഘട്ടം യുക്തം വൈരാഗ്യം എന്നതാണ് ഇതിനാണ് പേര്. അപ്പം നമ്മൾ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കൃഷ്ണ അവബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നവർക്കാണ് ശാന്തിയും സമാധാനം ശാശ്വതമായിട്ട് ഉണ്ടായിരിക്കുക. ജീവിതകാലത്തിൽ എല്ലാ സമയത്തും ആ ഭഗവാനിൽ യുക്തമായ ഭക്തിയോടുകൂടി തന്നെ നമ്മൾ ചെയ്യേണ്ടതായ കർത്തവ്യ കർമ്മങ്ങൾ എല്ലാവിധം അതിനോടൊന്നും മമതാബന്ധം, അറ്റാച്ച്മെൻ്റ് അഥവാ ഒട്ടലില്ലാതെ തന്നെ പ്രവർത്തിക്കുന്നവർക്ക് ആ നിവർത്തി മാർഗത്തിലേക്കാണ് അവരുടെ ജന്മോദ്ദേശത്തെ പൂർത്തീകരിക്കാൻ സാധിക്കുക എന്നുള്ളത്. മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വൃന്ദാവനവാസികളും ദ്വാരകാവാസികളും ഒക്കെ ചെയ്തതുപോലെ തന്നെ ആ ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇത്തരം ഏതൊരു കർമ്മം സ്വന്തം ഗ്രഹത്തിലായാലും അവനവൻ്റെ കർത്തവ്യകർമ്മങ്ങളായാലും വേണ്ടില്ല, ബാഹ്യമായിട്ടുള്ള കർത്തവ്യകർമ്മങ്ങളായാലും വേണ്ടില്ല, ഇവിടെ മഹായാഗങ്ങളോ പൂജകളോ യജ്ഞങ്ങളോ വേദവൈദിക ശാസ്ത്രമനുസരിച്ചുള്ള വ്രതങ്ങളോ ഇങ്ങനെയുള്ള തീർത്ഥാടന സമ്മേളനങ്ങളോ സത്സംഗങ്ങളോ ഒക്കെ നടക്കുമ്പോഴും അവിടെയൊക്കെ കൃഷ്ണനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു, കൃഷ്ണ അവബോധത്തോടെയാണ് ഈ ഒരു സമൂഹം അന്ന് ജീവിച്ചിരുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ നിന്നാണ് നമുക്ക് വിരക്തി ഉണ്ടാകാന്ന് പറഞ്ഞത്. ഒന്നിനോടും ഒട്ടലില്ലാതിരിക്കുക എന്നുള്ളത് ആ വിരക്തി എന്നല്ല. അതായത് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാനോ ഇതെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാനോ ഒരിടത്തും ഭഗവാൻ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. ഭാഗവതത്തിലോ ഗീതയിലോ എവിടെ ശ്രദ്ധിച്ചാലും അതെ, ഈ ഭൗതികമായിട്ടുള്ള എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് എന്നെ ഭജിക്കാനല്ല പറഞ്ഞേക്കണേ. നമ്മൾ ഈ ഭൗതികതയോടുള്ള ആ അറ്റാച്ച്മെൻറ്റ്, മമതാബന്ധം ഇല്ലാതെ ഭഗവാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ആ കൃഷ്ണ അവബോധത്തോടുകൂടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് സ്ഥൂല ശരീരം കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യ കർമ്മങ്ങളെ ധർമ്മ പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ, അതായത് പുരുഷാർത്ഥപ്രാപ്തി മോക്ഷം വരെ എത്താനുള്ള മാർഗത്തിൽ വേണം ആ ശരീരത്തെ ഉപയോഗിക്കാൻ. ധർമ്മ അർത്ഥ കാമ ങ്ങളെ ഉപയോഗിക്കപ്പെടുമ്പോൾ ശരീരം കൊണ്ട് ചെയ്യുമ്പോൾ അതെല്ലാം മോക്ഷത്തിലേക്ക് എത്തുന്ന വിധത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃഷ്ണ അവബോധത്തോടു കൂടി ധർമ്മത്തെ അനുസരിക്കുകയും അതനുസരിച്ചുകൊണ്ട് കിട്ടുന്ന അർത്ഥകാമങ്ങളെ ധർമാനുസരണമായിട്ട് ഉപയോഗിക്കുകയും. ഇവിടെയാണ് ദാനകർമ്മങ്ങൾ ബ്രാഹ്മണർക്ക് പോലും അതിന് മാതൃക കാണിച്ചത് കണ്ടില്ലേ. ഇവര് എല്ലാവർക്കും ദാനകർമ്മങ്ങളും പൂജിക്കേണ്ടവരെയൊക്കെ പൂജിക്കുകയും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ യജ്ഞശിഷ്ടമായിട്ടാണ് പ്രസാദമായിട്ട് സേവിക്കുന്നത്, അത് അമൃതതുല്യമാകുന്നതൊക്കെ ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞതൊക്കെ ഇവിടെ ഈ ഒരു മഹാസമ്മേളനത്തിൽ ഇവർ കാണിച്ചു തരികയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കഴിക്കാമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്ക് പാപദോഷം ഉണ്ടാകാതിരിക്കും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ കള്ളന്മാരാക്കുന്നു മാത്രമല്ല, അത് നമുക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് കിട്ടിയിരിക്കുന്ന അർത്ഥകാമങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്കും കൂടെ എത്തുമ്പോൾ അത് നമ്മളെ ബന്ധനത്തിൽപ്പെടുത്തും എന്നർത്ഥം. കുരുക്ഷേത്രത്തിലെ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് സഹോദരന്മാരായിട്ടുള്ള കുന്തിയും വസുദേവരും നെടുനാളത്തെ വേർപാടിന് ശേഷം ഇരുവരുടെയും പുത്രന്മാർ, മരുമക്കൾ, ഭാര്യമാർ, കുട്ടികൾ, മറ്റും കുടുംബാംഗങ്ങൾ എന്നിവരോടൊപ്പം പരസ്പരം കണ്ടുമുട്ടി. സംസാരിച്ചതോടുകൂടി കഴിഞ്ഞ കാലത്തെ കഷ്ടപ്പാടുകളെല്ലാം അവർ മറന്നു. കുന്തിദേവി വിശേഷിച്ച് സഹോദരനായിരിക്കുന്ന വസുദേവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, ഞാൻ അങ്ങേയറ്റം നിർഭാഗ്യവതിയാണ്. കാരണം എൻ്റെ ഒരാഗ്രഹവും ഇന്നേ വരെ നിറവേറിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങയെപ്പോലെ പുണ്യാത്മാവും എല്ലാ തരത്തിലുള്ള പരിപൂർണനുമായിരിക്കുന്ന ഒരു സഹോദരന് ഉണ്ടായിരുന്നിട്ടും ഈ ദുഃഖകരമായിട്ടുള്ള ജീവിതാവസ്ഥ എങ്ങനെ താണ്ടുന്നുവെന്ന് എന്നോട് അങ്ങ് എന്താണ് അന്വേഷിക്കാത്തത്? ധൃതരാഷ്ട്രരുടെയും ദുര്യോധനൻ്റെയും ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ട് താനും മക്കളും നാട് കടത്തപ്പെട്ട് കഷ്ടപ്പെടേണ്ടി വന്ന ദയനീയമായ നാളുകളെക്കുറിച്ചാണ് കുന്തിദേവി സ്മരിക്കുന്നതെന്ന് തോന്നുന്നു. അവൾ തുടർന്നു, പ്രിയപ്പെട്ട സഹോദര, വിധി പ്രതികൂലമാകുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും നമ്മെ മറന്നു പോകുന്നത് എനിക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയിൽ അച്ഛനും അമ്മയും മക്കളും പോലും അവരെ മറക്കും. അതിനാൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇവിടെ കാലങ്ങൾക്ക് ശേഷം കുന്തിദേവിയും സഹോദരനായിരിക്കുന്ന വസുദേവരും തമ്മിൽ കണ്ടപ്പോൾ അവിടെ ഉള്ള സംഭാഷണത്തെ ഇത്രയൊക്കെ, പ്രിയപ്പെട്ട സഹോദര, ഞാൻ അങ്ങേയറ്റം നിർഭാഗ്യവതിയാണ്. കാരണം ഈ എല്ലാ തരത്തിലും എല്ലാ കാലത്തും ക്ലേശങ്ങൾ അനുഭവിച്ച ഒരു സ്ത്രീ ആയിരുന്നു. സ്ത്രീ ജന്മമാണ് കുന്തിദേവിയുടേത്.
അതുകൊണ്ട് സ്വയം പറയുന്നത് ഞാൻ അങ്ങേയറ്റം നിർഭാഗ്യതയാണ്. കാരണം എൻ്റെ ഒരു ആഗ്രഹവും ഞാൻ ഇച്ഛിച്ചതുപോലെ ഇന്ന് വരെ നിറവേറിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങയെപ്പോലെ പുണ്യാത്മാവും എൻ്റെ എല്ലാ തരത്തിലും പരിപൂർണനുമായിരിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നിട്ടും ഈ ദുഃഖകരമായിട്ടുള്ള ജീവിതാവസ്ഥ എങ്ങനെ താണ്ടുന്നുവെന്ന് എന്നോട് അങ്ങ് എന്താണ് അന്വേഷിക്കാത്തത് എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ധൃതരാഷ്ട്രരുടെയും ചിലർക്ക് ചിലത് അനുഭവിക്കാനുള്ളത് അനുഭവിക്കേണ്ട ഘട്ടമൊക്കെ വരും. പക്ഷേ എന്നാലും ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്താണ് ഇങ്ങനെ അവരുടെ ദുഃഖാവസ്ഥയിൽ ഒന്ന് പങ്കുചേരുന്ന ഭാവത്തിൽ അവരോട് സംവാദം നടത്തിയാൽ തന്നെ അവർക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാകും എന്നൊരു സൂചനയാണ് ഇവിടെ. അവരവരുടെ ഭാഗ്യക്കേടിനെ ആർക്കും തിരുത്താനൊന്നും സാധിക്കില്ല. എത്ര തന്നെ അടുത്ത ബന്ധുക്കളോ രക്തബന്ധുക്കളോ നക്ഷത്ര ബന്ധങ്ങളോ നമ്മുടെ മക്കളോ ഒക്കെ ആയാലും സാധ്യമല്ല എന്നർത്ഥം. അവരുടെ നിർഭാഗ്യങ്ങളൊക്കെ അവരവർ തന്നെ അനുഭവിച്ചറിയണം. പക്ഷേ എന്നാലും അങ്ങനെ ഒരു അവസ്ഥ ദുർഘടാവസ്ഥയിൽ ചെന്നിട്ട് അവരോട് ക്ഷേമാന്വേഷണം നടത്തുന്നതെങ്കിലും ക്ഷേമകരമാണ്. അതൊരു മനസ്സിന് ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ ഇവിടെ വസുദേവര് ഇത്രയധികം അവസരങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും എന്നോട് അന്വേഷിക്കാൻ പോലും വന്നില്ല എന്നൊരു പരാതിയാണ് ഇവിടെ കുന്തിദേവി പറയുന്നത്. ധൃതരാഷ്ട്രരുടെയും ദുര്യോധനൻ്റെയും ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ട് താനും മക്കളും നാട് കടത്തപ്പെട്ട് കഷ്ടപ്പെടേണ്ടി വന്ന ദയനീയമായ നാളുകളെക്കുറിച്ചാണ് കുന്തിദേവി ഇവിടെ സ്മരിക്കുന്നതെന്ന് തോന്നുന്നു. അത് തുടർന്നും പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, പ്രതികൂലമാകുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും നമ്മെ മറന്നു പോകുന്നത് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയിൽ അച്ഛനും അമ്മയും മക്കളും പോലും അവരെ മറക്കും. അതിനാൽ ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. വസുദേവർ പറഞ്ഞു, സഹോദരി ദുഃഖിക്കരുത്, എന്നെ ആ വിധത്തിൽ കുറ്റപ്പെടുത്തുകയും അരുത്. വിധിയുടെ കയ്യിലെ കളിപ്പാവകൾ മാത്രമാണ് നാം എന്ന കാര്യം നാം എപ്പോഴും ഓർക്കണം. എല്ലാവരും പരമപുരുഷന്റെ നിയന്ത്രണത്തിലാണ്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഫല അപേക്ഷയോടുള്ള കർമ്മങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി, കംസൻ ഞങ്ങളെ അത്യധികം പീഡിപ്പിച്ചിരുന്ന കാര്യം അറിയാമല്ലോ. അയാളുടെ കുറ്റവിചാരണ മൂലം ഞങ്ങൾ ചിതറിപ്പോയി. എന്നാൽ സദാ ഉത്കണ്ഠാകുലരായിരുന്നു. അടുത്ത നാളുകളിൽ മാത്രമാണ് ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങാൻ തന്നെ കഴിഞ്ഞത്. അപ്പോൾ കുന്തിദേവി തൻ്റെ ക്ലേശങ്ങളെപ്പറ്റിയും നിർഭാഗ്യാവസ്ഥയെപ്പറ്റിയൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ചോദിച്ചു, ഒരിക്കലെങ്കിലും എന്നെ ഈ കാര്യങ്ങളെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ പോലും അങ്ങ് വന്നില്ലല്ലോ എന്നൊക്കെ സഹോദരനോട് പറഞ്ഞു. ഇവിടെ വസുദേവരും ദേവകിയും അനുഭവിച്ച കഷ്ടതകളെ പറ്റിയും നമ്മളൊന്ന് ചിന്തിച്ചാൽ ജയിലിലടയ്ക്കപ്പെട്ട ആളെ എങ്ങനെ അന്വേഷിക്കാൻ പോകും? അപ്പോൾ അതുകൊണ്ട് കംസന്റെ നിയന്ത്രണത്തിലായിരുന്ന ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് പുറത്തേക്ക് കിടക്കാൻ പോലും പറ്റില്ലായിരുന്നു. കംസൻ ഞങ്ങളെ അത്യധികം പീഡിപ്പിച്ചിരുന്നു എന്ന കാര്യം നിനക്കറിയാവുന്നതല്ലേ. അയാളുടെ കുറ്റവിചാരണ മൂലം ഞങ്ങൾ ചിതറിപ്പോയി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ തരത്തിലും ക്ലേശങ്ങൾ അനുഭവിച്ചു. ഞങ്ങൾ സദാ ഉത്കണ്ഠാകുലരുമായിരുന്നു. അടുത്ത നാളുകളിൽ മാത്രമാണ് ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങാൻ തന്നെ കഴിഞ്ഞത്. അപ്പം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഇവിടെ വസുദേവർ പറയുന്നുണ്ട്. ഇത് നമുക്കും ബാധകം കൂടെയാണ്. സഹോദരിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിൽ, സഹോദരി നീ ദുഃഖിക്കരുത്, എന്നെ ആ വിധത്തിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. നമ്മൾ സാധാരണ നമ്മുടെ കാര്യമൊന്നും നടക്കാതെ വരുമ്പം അതിന് കാരണക്കാരായവരെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ പോലും വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയും കുറ്റം പറയുന്നവരാണ്. അതുകൊണ്ട് അതിനൊരു പരിവിധി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവം നമ്മളൊന്ന് മാറ്റേണ്ട വിധത്തിലാണ് ഇവിടെ വാസുദേവർ സംസാരിക്കുന്നത്. വിധിയുടെ കയ്യിലെ കളിപ്പാവകൾ മാത്രമാണ് നമ്മളെല്ലാം. അവിടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ, ആരായിരുന്നോട്ടെ, ഏതേത് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിക്കോട്ടെ, ചിലർ ഭാഗ്യത്തോടു കൂടി ജനിക്കുന്നവരെ, ചിലർ നിർഭാഗ്യത്തോടു കൂടി ജനിക്കുന്നവരാണ്ട്. പലവിധ ക്ലേശങ്ങൾ എല്ലാവരും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലൊക്കെ അനുഭവിക്കുന്നത് ഇതൊക്കെ ഈശ്വര നിശ്ചയം. എല്ലാവരും പരമപുരുഷന്റെ നിയന്ത്രണത്തിലാണ്. എല്ലാം ഈശ്വര ഇച്ഛ അനുസരിച്ചു കൊണ്ടാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ നല്ലതും ചീത്തയും ഒക്കെ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവിധ കർമ്മങ്ങളുടെ ഫലങ്ങളും പ്രത്യാഘാതങ്ങളും നടക്കുന്നത് ഈശ്വരീച്ഛ അനുസരിച്ച് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി, ഈ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കി വെക്കണം, ഓർത്തിരിക്കണം. കംസൻ ഞങ്ങളെ അത്യധികം പീഡിപ്പിച്ച കാര്യമൊക്കെ നിനക്കറിയാവുന്നതല്ലേ.
അയാളുടെ നിയന്ത്രണത്തിലായിരുന്ന ഞങ്ങൾ തന്നെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ തരത്തിലും ചിന്നിച്ചിതറിപ്പോയി. ഞങ്ങൾ സദാ ഉത്കണ്ഠാകുലരായിരുന്നു. അടുത്ത കാലത്ത് മാത്രമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് കുറച്ചൊരു സ്വസ്ഥത ലഭിച്ചത്. ഈ സംഭാഷണത്തെ തുടർന്ന് വസുദേവരും ഉഗ്രസേനനും അവരെ കാണാനെത്തിയ രാജാക്കന്മാരെ സ്വീകരിച്ചു. ഭഗവാൻ കൃഷ്ണനെ അവിടെ കണ്ടപ്പോൾ സന്ദർശകർക്ക് അതീന്ദ്രിയ ആനന്ദം അനുഭവപ്പെട്ടു. അവർ സ്വസ്ഥചിത്തരായി തീർന്നു. ഭീഷ്മദേവൻ, ദ്രോണാചാര്യൻ, ധൃതരാഷ്ട്ര, ദുര്യോധനൻ പുത്രന്മാരോടൊത്ത്, ഗാന്ധാരി ഭാര്യമാരോടൊത്ത്, രാജ യുധിഷ്ഠിരൻ, കുന്തിയോടൊത്ത്, പാണ്ഡവർ, സഞ്ജയൻ, വിതുരൻ, കൃപാചാര്യൻ, കുന്തിഭോജൻ, വിരാടൻ, രാജ, നഗ്നചിത്ത്, പുരജിത്ത്, ദ്രുപദൻ, ശല്യർ, ദൃഷ്ടകേതു, കാശിരാജാവ്, ദമഘോഷൻ, വിശാലാക്ഷൻ, മിഥിലാധിപൻ, മദ്രദേശത്തിലെ രാജാവ്, മധരദേശത്തിലെ രാജാവ്, കേകയ രാജാവ്, യുധാമന്യു, സുശർമ്മ പുത്രന്മാരോടൊത്ത്, ബാഹ്ലീകൻ, യുധിഷ്ഠിരൻ്റെ ഭരണാധികാരികൾ എന്നിവർ സന്ദർശകർ പ്രധാനമായിരുന്നു. അപ്പം ഈ പാണ്ഡവ കൗരവപക്ഷത്തുള്ളവരും ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പം ഇത് മഹാഭാരത യുദ്ധത്തിന് നടന്ന ഒരു സമ്മേളനമായിരുന്നു എന്ന് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു അർത്ഥം. ഭഗവാൻ കൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് റാണിമാരെയും കണ്ടപ്പോൾ സൗന്ദര്യത്തിൻ്റെയും അതീന്ദ്രിയമായ ഐശ്വര്യത്തിനായ ആ ദൃശ്യത്തിൽ അവർ പൂർണ്ണ സംതൃപ്തരായി കാണപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ഭഗവാൻ ബലരാമനെയും കൃഷ്ണനെയും സന്ദർശിച്ചു. എല്ലാവരും ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. ഭഗവാനാൽ വേണ്ട രീതിയിൽ സ്വാഗതം ചെയ്യപ്പെട്ട അവർ യദുവംശത്തിലുള്ളവരെ മുഴുവൻ വിശേഷിച്ച് കൃഷ്ണനെയും ബലരാമനെയും പ്രകീർത്തിക്കാനും തുടങ്ങി. ഭോജരാജാവായിരുന്നതിനാൽ ഉഗ്രസേനന് മുഖ്യനായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. അതിനാൽ സന്ദർശകർ അദ്ദേഹത്തോടും സംഭാഷണം നടത്തിയിരുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.